എല്ലാവർക്കും നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2025 ജനുവരി വിജ്ഞാനപ്രകാരം നടന്ന കേരള ഫിനാൻഷ്യൽ കോഡ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. പാർട്ട് 1 വീഡിയോയിൽ 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ 21 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള ഫിനാൻഷ്യൽ കോഡുമായി ബന്ധപ്പെട്ട് 3 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബജറ്റ് മാനുവൽ. ഈ 3 പുസ്തകങ്ങളും എക്സാം ഹാളിൽ നമുക്ക് കൊണ്ടുപോകാവുന്നവയാണ്. പുസ്തകം നോക്കി തന്നെ ധാരാളം ചോദ്യങ്ങൾ കേരള ഫിനാൻഷ്യൽ കോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നവയാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടാവുന്നത് വളരെയധികം നല്ലതാണ്. ഇതിൽ തെറ്റിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയമുള്ള ചോദ്യങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ കുറിച്ച് വെക്കുകയാണെങ്കിൽ റിവിഷൻ സമയത്ത് അത് വളരെയധികം യൂസ്ഫുൾ ആകും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്ലിക്കേഷൻ ഫോർ എക്സ്ഗ്രേഷ്യ റീഫണ്ട് ഓഫ് റവന്യൂ ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ആഫ്റ്റർ ഡാഷ് പീരീഡ് ഷുഡ് ബി റിജക്റ്റഡ്. ഡാഷ് കാലയളവിനു ശേഷം ലഭിക്കുന്ന വരുമാനത്തിൻ്റെ അധിക റീഫണ്ടിനുള്ള അപേക്ഷ നിരസിക്കേണ്ടതാണ്. ആൻസർ: ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ആഫ്റ്റർ 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് ഓഫ് റവന്യൂ ടു ഗവൺമെൻറ് അക്കൗണ്ട്. സർക്കാർ അക്കൗണ്ടിലേക്ക് വരുമാനം ക്രെഡിറ്റ് ചെയ്ത തീയതി മുതൽ 1 വർഷത്തേക്ക് ശേഷമാണ് അത് ലഭിക്കുന്നതെങ്കിൽ. ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രോപ്പർട്ടി. താഴെ പറയുന്നവയിൽ നിന്ന് സാമ്പത്തിക ഔചിത്യത്തിൻ്റെ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ആൻസർ: The expenditure should not be prima facie more than the occasion demand. ചെലവ് പാർട്ടിയുടെ ആവശ്യത്തിനേക്കാൾ പ്രഥമദൃഷ്ട്യാ കൂടുതലാകരുത്. All appropriation provided in the annual financial statement lapse on. വാർഷിക ധനകാര്യ പ്രസ്താവനയിൽ നൽകിയിരിക്കുന്ന എല്ലാ വിനിയോഗവും കാലഹരണപ്പെടുന്നത്. ആൻസർ: ലാസ്റ്റ് ഡേ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസം. അപ്പോൾ ഇത് ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ബജറ്റ് എന്ന് പറയുന്നത്. ഇത് കേരള ബജറ്റ് മാനുവൽ റെഫർ ചെയ്താൽ ഉത്തരത്തിലെത്താവുന്ന ചോദ്യമാണ്. റെമിഷൻ ഓഫ് റവന്യൂ മീൻസ് ഡാഷ് ഓഫ് ദ ഫോളോയിങ്. വരുമാന നഷ്ടപരിഹാരം എന്നാൽ താഴെ പറയുന്നവയിൽ ഡാഷ് ആണ്. ആൻസർ: both A and B. That means abandonment of a claim of revenue arising from taxation laws, abandonment of a claim of revenue arising from land revenue. അതായത് നികുതി നിയമങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന വരുമാനത്തിൻ്റെ അവകാശവാദം ഉപേക്ഷിക്കൽ അല്ലെങ്കിൽ ഭൂനികുതിയിൽ നിന്ന് ഉണ്ടാകുന്ന വരുമാനത്തിൻ്റെ അവകാശവാദം ഉപേക്ഷിക്കൽ. From the following, which one is not need be forwarded to the Accountant General in the case of non-gazetted employees? താഴെ പറയുന്നവയിൽ നിന്ന് ആവശ്യമില്ലാത്തത് ഗസറ്റഡ് അല്ലാത്ത ജീവനക്കാരുടെ സൗകര്യാർത്ഥം അക്കൗണ്ടൻറ്റ് ജനറലിന് കൈമാറണം. ആൻസർ: ഓർഡർ സാങ്ഷനിങ് ഫിക്സേഷൻ ഓഫ് പേ ഡ്യൂ ടു റെട്രോസ്പെക്റ്റീവ് പ്രൊമോഷൻ ടു നോൺ ഗസറ്റഡ് എംപ്ലോയീസ്. ഗസറ്റഡ് അല്ലാത്ത ജീവനക്കാർക്ക് മുൻകാല സ്ഥാനക്കയറ്റം മൂലമുള്ള ശമ്പളം നിശ്ചയിക്കുന്നതിനുള്ള ഉത്തരവ്. ദ വേർഡ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് വിത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന വാക്ക് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ: മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിം ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്. സർക്കാർ ജീവനക്കാരുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിം. സ്കോളർഷിപ്പ് ബിക്കം ഡ്യൂ ഫോർ പേയ്മെൻറ്റ് ഓൺ. സ്കോളർഷിപ്പ് ഡാഷ് നൽകേണ്ടതുണ്ട്. ആൻസർ: ദ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഇൻ വിച്ച് ദേ ആർ ഏൺ. അവർക്ക് വരുമാനം ലഭിക്കുന്ന മാസത്തിലെ അവസാന ദിവസം. ദ പേയ്മെൻറ്റ് ഓഫ് എനി അരിയർ ക്ലെയിം ടു എ നോൺ ഗസറ്റഡ് ഗവൺമെൻറ് എംപ്ലോയീസ് ഷുഡ് ബി നോട്ടഡ് ഇൻ ഡാഷ് രജിസ്റ്റർ. ഗസറ്റഡ് അല്ലാത്ത ഒരു സർക്കാർ ജീവനക്കാരന് ലഭിക്കുന്ന കുടിശ്ശിക ക്ലെയിം ഡാഷ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ആൻസർ: സർവീസ് ബുക്ക്. ഹൂ വിൽ ഇഷ്യൂ വാർണിംഗ് സ്ലിപ്പ്. ആരാണ് മുന്നറിയിപ്പ് സ്ലിപ്പ് പുറപ്പെടുവിക്കുക? ആൻസർ: അക്കൗണ്ടൻറ്റ് ജനറൽ. ഇത് വളരെയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വാർണിംഗ് സ്ലിപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വാർണിംഗ് സ്ലിപ്പ് പുറപ്പെടുവിക്കുന്നത് അക്കൗണ്ട് ജനറലാണ് എന്ന കാര്യം മനസ്സിലാക്കുക. Who is responsible for the auditing of all expenditure charged against the government?
സർക്കാരിനെതിരായ എല്ലാ ചെലവ് ചാർജുകളുടെയും ഓഡിറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ. കേരള ഫിനാൻഷ്യൽ കോഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് 29 സെറ്റിൻ്റെ മുൻകാല വർഷ ചോദ്യപേപ്പറുകൾ അവൈലബിൾ ആണ്. അതുപോലെ കേരള സർവീസ് റൂൾസ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, കേരള ട്രഷറി കോഡ് എന്നിവയുടെയും മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ്, സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ എന്നിവയുടെയും അതുപോലെ കേരള PSC നടത്തുന്ന ഏത് വകുപ്പ് തല പരീക്ഷകളുടെയും മുൻകാല വർഷ ചോദ്യപേപ്പറുകളുടെ പ്രാക്ടീസ് സെറ്റ് അവൈലബിൾ ആണ്. എത്രത്തോളം ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ധാരാളം ചോദ്യങ്ങൾ മുൻകാല വർഷങ്ങളിൽ നിന്ന് ആവർത്തിച്ച് വന്നിട്ടുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ദ ടൈം ലിമിറ്റ് ടു ഫർണിഷ് ദ റിപ്ലൈ ടു ഓഡിറ്റ് ഒബ്ജെക്ഷൻ ഈസ്. ഓഡിറ്റ് ഒബ്ജെക്ഷന് മറുപടി നൽകാനുള്ള സമയപരിധി. ആൻസർ വിത്തിൻ എ ഫോർട്ട്നൈറ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ഒബ്ജെക്ഷൻ. ഒബ്ജെക്ഷൻ ലഭിച്ച തീയതി മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ. ദ ഫസ്റ്റ് റിപ്ലൈസ് ടു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഷുഡ് ബി സെൻഡ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ്. പരിശോധന റിപ്പോർട്ടിലേക്കുള്ള ആദ്യ മറുപടികൾ രസീത് തീയതി മുതൽ ഡാഷിനുള്ളിൽ അയക്കണം. ആൻസർ വിത്തിൻ 4 വീക്സ്, 4 ആഴ്ചയ്ക്കുള്ളിൽ. ദ നാച്ചർ ഓഫ് സൂപ്പർ ന്യൂമറി പോസ്റ്റ് ഈസ്. ഒരു സൂപ്പർ ന്യൂമറി തസ്തികയുടെ സ്വഭാവം. ആൻസർ ഷാഡോ പോസ്റ്റ്. അപ്പോൾ ഈ സൂപ്പർ ന്യൂമറി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ പോസ്റ്റ് അബോളിഷ് ചെയ്ത പോലെയാണ്. അതുകൊണ്ടാണ് ഷാഡോ പോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഫ്രം ദ ഫോളോയിങ് വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലെയിമഡ് ആൻഡ് ഡിസ്ബേഴ്സ്ഡ് ദ മന്ത്ലി സാലറി ഓൺ സെക്കൻഡ് വർക്കിംഗ് ഡേ ഈസ്. താഴെ പറയുന്നവയിൽ ഏതാണ് 2-ാം പ്രവൃത്തി ദിവസം പ്രതിമാസ ശമ്പളം ക്ലെയിം ചെയ്ത് വിതരണം ചെയ്യുന്ന വകുപ്പ്? ആൻസർ മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത്. മെഡിക്കൽ പബ്ലിക് ഹെൽത്ത് വകുപ്പുകൾ. ദ amount ഓഫ് ഈച്ച് റെയിൽവേ വാറൻസ് ഷുഡ് ബി നോട്ടഡ് ഇൻ ഡാഷ് കളർ ഇങ്ക് ഇൻ ദ കണ്ടിൻജൻറ്റ് ബിൽ. ഓരോ റെയിൽവേ വാറൻറ്റിൻ്റെയും തുക കണ്ടിൻജൻറ്റ് ബില്ലിൽ ഡാഷ് കളർ മഷിയിൽ രേഖപ്പെടുത്തണം. ആൻസർ റെഡ്, ചുവപ്പ് മഷിയിൽ. ഫ്രം ദ ഫോളോയിങ് ഓഫീസേഴ്സ് ഹൂ ഈസ് നോട്ട് എലിജിബിൾ ടു യൂസ് റെയിൽവേ വാറൻസ് വെൻ ട്രാവലിംഗ് ഓൺ ഡ്യൂട്ടി. താഴെ പറയുന്ന ഉദ്യോഗസ്ഥരിൽ ആർക്കാണ് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ റെയിൽവേ വാറൻറ്റ് ഉപയോഗിക്കാൻ അർഹതയില്ലാത്തത്? ആൻസർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. ആസ് പെർ കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, when government servant is admitted to GPF scheme, the provident fund account number should be noted on the dash page of the service book. KFC വോളിയം 1 പ്രകാരം സർക്കാർ ജീവനക്കാരനെ GPF സ്കീമിൽ പ്രവേശിക്കുമ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട് നമ്പർ സർവീസ് ബുക്കിൻ്റെ ഡാഷ് പേജിൽ രേഖപ്പെടുത്തണം. ആൻസർ റൈറ്റ് ഹാൻഡ് ടോപ്പ് ഓഫ് പേജ് 1, 1-ാം പേജിൻ്റെ മുകളിൽ വലതുഭാഗത്ത്. The percentage of deduction from salary in execution of any decree for maintenance is. അറ്റകുറ്റപ്പണികൾക്കായുള്ള ഏതെങ്കിലും ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ ശമ്പളത്തിൽ നിന്ന് കിഴിവ് ചെയ്യുന്നതിൻ്റെ ശതമാനം എത്രയാണ്? ആൻസർ 1/3 ഓഫ് ദ സാലറി. ശമ്പളത്തിൻ്റെ 1/3. The permanent advance of a head of department may be sanctioned by. ഒരു വകുപ്പ് മേധാവിയുടെ സ്ഥിരമായ അഡ്വാൻസ് അനുവദിക്കുന്നത്? ആൻസർ ഗവൺമെൻറ്, സർക്കാർ. ദ പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ക്യാഷ് ബുക്ക് ഈസ് ലേസ് ഡൗൺ ഇൻ ഡാഷ് റൂൾ ഓഫ് കേരള ട്രഷറി കോഡ് വോളിയം 1. ക്യാഷ് ബുക്ക് പരിപാലിക്കുന്നതിനുള്ള നടപടിക്രമം KTC വോളിയം 1-ൻ്റെ ഡാഷ് നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ആൻസർ റൂൾ 92A. അപ്പോൾ ഇത്രയാണ് 2025 ജനുവരിയിൽ ചോദിച്ച കേരള ഫിനാൻഷ്യൽ കോഡ് പരീക്ഷയുടെ പാർട്ട് 2 വീഡിയോ. അപ്പോൾ കേരള ഫിനാൻഷ്യൽ കോഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ധാരാളം വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ സമയം കിട്ടുമ്പോഴെല്ലാം അത് കണ്ട് കേരള ഫിനാൻഷ്യൽ കോഡിലെ പാഠഭാഗങ്ങൾ പഠിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.